കഴിഞ്ഞ എപ്പിസോഡിൽ 80-20 പ്രിൻസിപ്പിളിനെ കുറിച്ച് സൂചിപ്പിച്ചു. പാരറ്റോ പ്രിൻസിപ്പിൾ അഥവാ 80-20 പ്രിൻസിപ്പിൾ വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. പാരറ്റോ പ്രിൻസിപ്പിൾ എന്നത് വളരെ പ്രശസ്തമായ ഒരു കൺസെപ്റ്റാണ്. ഇതാദ്യം കണ്ടെത്തിയത് ഇറ്റാലിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ വിൽഫ്രെഡോ പാരറ്റോ ആണ്. അദ്ദേഹം ഒരു ഒബ്സർവേഷൻ നടത്തി. ഇറ്റലിയിലുള്ള ഭൂമിയുടെ ഏകദേശം 80% 20% ആളുകൾക്ക് സ്വന്തമായിരുന്നു. ഇതിൽ നിന്ന് അദ്ദേഹം ഒരു വലിയ പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചു. എന്താണ് പാരറ്റോ പ്രിൻസിപ്പിൾ? പാരറ്റോ പ്രിൻസിപ്പിൾ പറയുന്നത് പല കാര്യങ്ങളിലും 20% കാരണങ്ങൾ 80% ഫലങ്ങളെ സ്വാധീനിക്കുന്നു എന്നാണ്. അത് സാധാരണയായി 80-20 പ്രിൻസിപ്പിൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പഠനത്തിൽ പാരറ്റോ പ്രിൻസിപ്പിൾ, എഡ്യൂക്കേഷനിൽ ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഒരു സബ്ജക്റ്റിൽ 20% കോർ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ 80% അണ്ടർസ്റ്റാൻഡിങ് അത് നൽകും എന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അതിനാൽ ആദ്യം കോർ ഐഡിയാസ് മനസ്സിലാക്കണം. എക്സാമ്പിൾ മാത്സിൽ ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻസ്, പെർസെൻറ്റേജ് ഇവ മനസ്സിലാക്കിയാൽ മറ്റുള്ള പല ചാപ്റ്ററുകളും ഈസിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സയൻസിൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സയൻസിൽ ചില ഫണ്ടമെൻ്റൽ ഐഡിയാസ് ഉണ്ട്. അത് എനർജിയുമായി ബന്ധപ്പെട്ട്, ഫോഴ്സുമായി ബന്ധപ്പെട്ട്, മാറ്ററുമായി ബന്ധപ്പെട്ട് ഇവയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പല ടോപ്പിക്സിനെയും കണക്ട് ചെയ്യാൻ 20% നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. ലാംഗ്വേജ് ലേണിങ്ങിൽ അതിൻ്റെ എക്സാമ്പിൾ എടുത്താൽ ലാംഗ്വേജ് പഠിക്കുമ്പോൾ 1000 പൊതുവായി ഉപയോഗിക്കുന്ന വാക്കുകൾ, അതിലായിരിക്കും ബാക്കി 80% കോൺവെർസേഷനും നടക്കുന്നത് ഈ 1000 വാക്കുകളുമായി ബന്ധപ്പെട്ടായിരിക്കും. അതുകൊണ്ട് ലാംഗ്വേജ് ലേണിങ്ങിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡുകൾ ആദ്യം പഠിപ്പിക്കും. ബേസിക് അതിൻ്റെ ബ്രെയിൻ സയൻസ് എന്ന് പറയുന്നത് ബ്രെയിൻ ലേണിംഗ് പ്രോസസ്സ്. കോർ ഐഡിയാസ് ആദ്യം ഓർഗനൈസ് ചെയ്യും, ന്യൂ ഇൻഫർമേഷൻസ് കണക്ട് ചെയ്യും, നോളജ് നെറ്റ്വർക്ക് രൂപപ്പെടും. ഇത് ലേണിങ്ങിനെ എഫിഷ്യൻ്റ് ആക്കും. പേരൻറ്റ് ചെയ്യേണ്ടത് കുട്ടി പഠിക്കുമ്പോൾ ചോദിക്കുക, ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയാസ് എന്താണ്? ഇത് മനസ്സിലാക്കിയാൽ ബാക്കി ഏതെല്ലാം കാര്യങ്ങൾ ഈസിയാക്കി നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഇത് ലെസൻ്റെ മെയിൻ കൺസെപ്റ്റ് ആണോ? ക്ലാസ് റൂം ബെനിഫിറ്റ്. ടീച്ചർ പാരറ്റോ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാൽ ആദ്യം വലിയ ആശയങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യും, പിന്നീട് ഡീറ്റെയിൽസ് അതിനോടൊപ്പം ആഡ് ചെയ്യാൻ കഴിയും. ഇത് സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ കുറയ്ക്കും. സിമ്പിൾ ഹോം പ്രാക്ടീസ് 80-20 സ്റ്റഡി മെത്തേഡ്. ചാപ്റ്ററുകൾ വായിക്കുക, മെയിൻ കൺസെപ്റ്റ് കണ്ടെത്തുക, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, ശേഷം ഡീറ്റെയിൽസ് പഠിക്കുക. ഇത് സ്മാർട്ട് ലേണിംഗ് സ്ട്രാറ്റജിയാണ്. ഹാർഡ് വർക്ക് മാത്രം ലേണിംഗ് അല്ല, സ്മാർട്ട് വർക്ക് ലേണിങ്ങിനെ ശക്തമാക്കും. 80-20 റൂൾ മനസ്സിലാക്കിയ കുട്ടി കൂടുതൽ സമയം പഠിക്കേണ്ടതില്ല. അവൻ ശരിയായ കാര്യങ്ങൾ പഠിക്കുകയും 20% കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി മറ്റ് 80%ത്തിൻ്റെ കാര്യങ്ങളൂടി ഗ്രഹിക്കാൻ കുട്ടിക്ക് കഴിയും. അപ്പോൾ കോർ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് 80-20 പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.